ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 7th ചാപ്റ്റർ കോർഡിനേറ്റ് ജിയോമെട്രി. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 7.1-ലെ 6ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: നെയിം ദ ടൈപ്പ് ഓഫ് ക്വാഡ്രിലേറ്ററൽ ഫോംഡ് ഇഫ് എനി ബൈ ദ ഫോളോയിങ് പോയിന്റ്സ് ആൻഡ് ഗിവ് റീസൺസ് ഫോർ യുവർ ആൻസർ. അതിൽ 3 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. -1, -2, 1, 0, -1, 2, -3, 0. Second question, -3, 5, 3, 1, 0, 3, -1, -4. Third question, 4, 5, 7, 6, 4, 3, 1, 2. നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, അതിലെ പോയിന്റ്സ് -1, -2. ഓക്കെ, എ എന്ന് കൊടുക്കാം. എ, -1, -2, അതുപോലെ ബി 1, 0, -1, 2 ആൻഡ് ഡി -3, 0. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല എ ബി കാണാൻ എ ബി ഈക്വൽ ടു √x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. എ ബി ഈക്വൽ ടു 1 + 1 ഹോൾ സ്ക്വയർ പ്ലസ് 0 + 2 equal to √1 + 1 2. 2 square equal to √4 + 4 equal to √8 equal to 2√2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് എഴുതി വെക്കാം. എ ബി ഈക്വൽ ടു 2√2. അടുത്തത് ബി സി. ബി സി ഈക്വൽ ടു ഇക്വേഷൻ ഇത് തന്നെ. ബി സി ഈക്വൽ ടു -1 - 1 whole square plus 2 - 0 whole square equal to -1 - 1 -2 -2 square plus 2 - 0 2 2 square equal to -2 square 4 plus 4 equal to √8 equal to 2√2 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ബി സി ഈക്വൽ ടു 2√2. ഇനി സി ഡി ഈക്വൽ ടു ഇക്വേഷൻ x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഡിസ്റ്റൻസ് ഫോർമുല തന്നെ. സി ഡി ഈക്വൽ ടു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -3 + 1 ഹോൾ സ്ക്വയർ 0 - 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു -3 + 1 -2 -2 ഹോൾ സ്ക്വയർ പ്ലസ് -2 ഹോൾ സ്ക്വയർ equal to √4 + 4 equal to √8 equal to 2√2 എന്ന് തന്നെ കിട്ടും. സി ഡി ഈക്വൽ ടു 2√2. അടുത്തത് എ ഡി ഈക്വൽ ടു ഇക്വേഷൻ ഇത് തന്നെ. എ ഡി ഈക്വൽ ടു -3 + 1 ഹോൾ സ്ക്വയർ പ്ലസ് 0 + 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു -3 + 1, അതായത് -2 ഹോൾ സ്ക്വയർ പ്ലസ് 0 + 2 സ്ക്വയർ ഈക്വൽ ടു √4 + 4 ഈക്വൽ ടു √8 ഈക്വൽ ടു 2√2 എന്ന് കിട്ടുന്നു. എ ഡി ഈക്വൽ ടു 2√2. അപ്പോൾ 4 സൈഡ് നമുക്ക് ഇവിടെ ഈക്വൽ ആണെന്ന് കിട്ടി. അതുകൊണ്ട് ഇതൊരു റോംബസോ സ്ക്വയറോ ആവാം. ഇനി റോംബസ് ആണോ സ്ക്വയർ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡയഗണൽസിൻ്റെ ലെന്തും കൂടെ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഡയഗണൽ എ സി ഈക്വൽ ടു ഇക്വേഷൻ അത് തന്നെ. ഇനി എ സി ഈക്വൽ ടു -1 + 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 + 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു -1 + 1 0 0 സ്ക്വയർ പ്ലസ് 2 + 2 ഹോൾ സ്ക്വയർ, അതായത് 4 സ്ക്വയർ ഈക്വൽ ടു √4 സ്ക്വയർ എന്ന് കിട്ടും. ഈക്വൽ ടു അത് 4. ഇവിടെ ഒരു ഡയഗണൽ എ സി ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇനി അടുത്ത ഡയഗണൽ ബി ഡി ഈക്വൽ ടു ഇക്വേഷൻ ഇത് തന്നെ. ബി ഡി ഈക്വൽ ടു -3 - 1 ഹോൾ സ്ക്വയർ പ്ലസ് 0 + 0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു -3 - 1 -4 whole square plus 0 square equal to √4 square
ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പോൾ ഡയഗണൽ ഇവിടെ ബി ഡി ഈക്വൽ ടു 4 എന്നും കിട്ടി. അപ്പോൾ ഇവിടെ എ സി ഈക്വൽ ടു ഡയഗണൽസ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു എ ഡി ആണ്. 4 സൈഡ്സും ഈക്വൽ ആണ്, 2 ഡയഗണൽസും ഈക്വൽ ആണ്. Therefore, quadrilateral ABCD is a square. Quadrilateral ABCD ഒരു സ്ക്വയർ ആണെന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ നമുക്ക് -3 5നെ എ എടുക്കാം. -3 5. അതുപോലെ 3 1 0 3 ആൻഡ് ഡി -1 -4. നമുക്ക് പോയിന്റ്സ് നോക്കാം. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചും ചെയ്യാം. ആദ്യം -3 5, എക്സ് ആക്സിൽ -3, വൈ ആക്സിൽ 5. ഈ പോയിന്റ് ആണ് -3 5. അടുത്തത് 3 1 3 1, ഈ പോയിന്റ്. അതുപോലെ -1 -4, എക്സ് ആക്സിൽ -1, വൈ ആക്സിൽ -4. അത് ഇവിടെ കിട്ടും. 0 3, എക്സിൽ 0, വൈയിൽ 3. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് എയും ബിയും സിയും കൊളീനിയർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു കൃത്യമായ ഫിഗർ കിട്ടില്ല. ഇത് വേണമെങ്കിൽ എ ബി സി ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചും ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് ഓരോന്നിൻ്റെയും എ ബിയുടെയും ബി സിയുടെയും സി ഡിയുടെയും ലെന്ത് കണ്ടുപിടിച്ചാൽ നമുക്കവിടെ എ ബി പ്ലസ് ബി സി ഈസ് ഈക്വൽ ടു എ സി എന്ന് കിട്ടും. അങ്ങനെയും കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാം. ദ പോയിന്റ്സ് എ സി ആൻഡ് ബി ആർ കൊളീനിയർ. എ ബി സി. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എ സി പ്ലസ് ബി സി ഈക്വൽ ടു എ ബി എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ഗ്രാഫ് ഉപയോഗിച്ച് ചെയ്തു. ഏത് വഴിക്കും ചെയ്യാം. നോ ക്വാഡ്രിലേറ്ററൽ ഈസ് ഫോംഡ് ബൈ ദിസ് പോയിന്റ്. ഈ പോയിന്റ്സ് ഉപയോഗിച്ച് നമുക്ക് ഒരു ക്വാഡ്രിലേറ്ററൽ ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകിൽ ഗ്രാഫ് വരച്ചിട്ട് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് എ സിയും ബി സിയും എ ബിയും കണ്ടുപിടിച്ചാൽ എ സി പ്ലസ് ബി സി ഈക്വൽ ടു എ ബി എന്ന് കിട്ടും. അപ്പോൾ ഈ 3 പോയിന്റും കൊളീനിയർ ആണ്. ഇനി അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ക്വാഡ്രിലേറ്ററൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇങ്ങോട്ട് നമ്മൾ വരച്ച് നോക്കിയാലും ഈ പോയിന്റിലേക്ക് വരച്ചാലും നമുക്ക് അവിടെ ഒരു ട്രയാങ്കിൾ കിട്ടുള്ളൂ. ഇവിടെ ക്വാഡ്രിലേറ്ററൽ ഫോം ചെയ്യില്ല, കാരണം ഈ 3 പോയിന്റ്സും കൊളീനിയർ ആണ്. ഇനി അതിലെ തേർഡ് സബ് ക്വസ്റ്റ്യൻ 4 5 എന്ന് എടുക്കാം. 4 5. അതുപോലെ ബി 7 6 ആൻഡ് ഡി. ആദ്യം എ ബി കണ്ടുപിടിക്കാം. എ ബി ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫോർമുല x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 7 മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 7 മൈനസ് 4, അതായത് 3. 3 സ്ക്വയർ പ്ലസ് 6 മൈനസ് 5 1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് 10 എന്ന് കിട്ടും. എ ബി ഈക്വൽ ടു റൂട്ട് 10 എന്ന് കിട്ടി. അടുത്തത് ബി സി. ബി സി ഈക്വൽ ടു ഇക്വേഷൻ ഇത് തന്നെ. ബി സി ഈക്വൽ ടു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൂട്ട് ഓഫ് 4 മൈനസ് 7 all square plus 3 minus 6 all square equal to root of 4 minus 7 minus 3 all square plus 3 minus 6 minus 3 all square equal to root of 9 plus 9 equal to root 18 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ബി സി ഈക്വൽ ടു റൂട്ട് 18 എന്ന് കിട്ടി. ഇനി സി ഡി ഈക്വൽ ടു ഇക്വേഷൻ ഇത് തന്നെ. സി ഡി ഈക്വൽ ടു റൂട്ട് ഓഫ്, നമുക്ക് വാല്യൂ കൊടുക്കാം, 1 മൈനസ് 4 ഹോൾ സ്ക്വയർ 1 മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് 2 മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് 4 മൈനസ് 3 whole square plus 2 minus 3 minus 1 whole square equal to root of
മൈനസ് 3യുടെ സ്ക്വയർ 9 പ്ലസ് മൈനസ് 1യുടെ സ്ക്വയർ 1 ഈക്വൽ ടു റൂട്ട് ഓഫ് 10 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇവിടെ സി ഡി ഈക്വൽ ടു റൂട്ട് 10. ഇനി എ ഡി അല്ലെങ്കിൽ ഡി എ ഈക്വൽ ടു ഇക്വേഷൻ ഇത് തന്നെ ഡി എയുടെ വാല്യൂ കൊടുക്കുന്നു ഈക്വൽ ടു 4 മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് 1 3 സ്ക്വയർ പ്ലസ് 5 മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 9 ഈക്വൽ ടു റൂട്ട് 18 എന്ന് കിട്ടും. ഡി എ ഈക്വൽ ടു റൂട്ട് 18. എ ബി സി ഡിയും റൂട്ട് 10 എന്ന് കിട്ടി, ബി സിയും ഡി എയും റൂട്ട് 18 എന്ന് കിട്ടി. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ അതിൽ നിന്നും ഇതൊരു പാരലോഗ്രാം ആണ് നമുക്ക് ഉറപ്പിക്കാം. ഇനി അത് റെക്റ്റാങ്കിൾ ആണോ അതേ വെറും പാരലോഗ്രാം മാത്രമാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ഡയഗണലും കൂടി നോക്കാം. അപ്പോൾ ഡയഗണൽ എ സി ഈക്വൽ ടു ഇക്വേഷൻ ഇത് തന്നെ എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് 4 0 സ്ക്വയർ പ്ലസ് 3 മൈനസ് 5 മൈനസ് 2 ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ ഈക്വൽ ടു 2. അതായത് റൂട്ട് ഓഫ് 2 സ്ക്വയർ 4, റൂട്ട് ഓഫ് 4 ഈക്വൽ 2. അപ്പോൾ നമുക്ക് കിട്ടിയത് എ സി ഈക്വൽ ടു 2 എന്നും ഇനി ബി ഡി കൂടെ കണ്ടുപിടിക്കാം. ബി ഡി ഈക്വൽ ടു ഇക്വേഷൻ ഇത് തന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് 7 ഹോൾ സ്ക്വയർ പ്ലസ് 2 മൈനസ് 6 ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് 7 മൈനസ് 6 ഹോൾ സ്ക്വയർ പ്ലസ് 2 മൈനസ് 6 മൈനസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 36 പ്ലസ് 16 ഈക്വൽ ടു റൂട്ട് ഓഫ് 52 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ബി ഡി ഈക്വൽ ടു റൂട്ട് 52 എന്ന് കിട്ടി. ഇപ്പോൾ ഡയഗണൽ സി ഈക്വൽ അല്ല. എ ബി ഈക്വൽ ടു സി ഡി, അതുപോലെ ബി സി ഈക്വൽ ടു ഡി എ, അതുപോലെ എ സി നോട്ട് ഈക്വൽ ടു ബി ഡി. അപ്പോൾ എ ബിയും സി ഡിയും ഈക്വൽ ആണ്, ബി സിയും ഡി എയും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഇത് പാരലോഗ്രാം ആണ്. ഇനി എ സി ഈക്വൽ ടു ബി ഡി ആയിരുന്നെങ്കിൽ അത് റെക്റ്റാങ്കിൾ ആകുമായിരുന്നു. പക്ഷെ ഇവിടെ എ സി ഈക്വൽ ടു ബി ഡി അല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു therefore the quadrilateral എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം. എ ബി സി ഡി ഒരു പാരലോഗ്രാം ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു.